വിശുദ്ധ ഖുർആൻ വിവരണം അധ്യായം 23 35 മുതൽ 38 വരെയുള്ള സൂക്തങ്ങൾ. നിങ്ങൾ മരിച്ച് അസ്ഥികളും മണ്ണുമായി മാറിയാൽ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്ന് ഇയാൾ, അതായത് ഈ പ്രവാചകൻ ഭീഷണിപ്പെടുത്തുകയാണല്ലോ. ഇതൊന്നും ഒരിക്കലും സംഭവിക്കുകയില്ല. അതൊക്കെ അതിവിദൂരമായൊരു കാര്യം തന്നെയാണ്. ഈ ഐഹിക ജീവിതമല്ലാതെ മറ്റൊരു ജീവിതവും നമുക്കില്ല. ഇവിടെ നാം ജീവിക്കുന്നു, മരിക്കുന്നു. വീണ്ടും നാം ഒരിക്കൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടാൻ പോകുന്നുമില്ല. ദൈവത്തിൻ്റെ പേരിൽ ഇയാൾ കള്ളം കെട്ടിച്ചമച്ച് പറയുകയാണ്. ഇവരെ ഞങ്ങൾ ഒരിക്കലും വിശ്വസിക്കുകയില്ല. പ്രവാചകന്മാർ പരലോക ജീവിതത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുമ്പോൾ അവിശ്വാസികളുടെ പ്രതികരണം എങ്ങനെയായിരുന്നുവെന്ന് വിശദീകരിക്കുകയാണ് ഈ സൂക്തങ്ങളിൽ. ഇക്കാലത്ത് നിരീശ്വരവാദികളും യുക്തിവാദികളുമൊക്കെ ഉന്നയിക്കുന്നതും ഇതേ വാദങ്ങൾ തന്നെയാണ്. ജീവിക്കുന്നതും മരിക്കുന്നതും ഈ ലോകത്ത് മാത്രമാണ്. എത്രയോ മൃഗങ്ങളും പക്ഷികളും മത്സ്യങ്ങളും ഒക്കെ ചത്തൊടുങ്ങുന്നുണ്ട്. അതുപോലെ തന്നെയാണ് മനുഷ്യൻ്റെ അവസ്ഥയും. ഇങ്ങനെയാണ് ഇവർ ചിന്തിക്കുന്നത്. യഥാർത്ഥത്തിൽ മനുഷ്യ സൃഷ്ടിപ്പിനെക്കുറിച്ചും മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ചും അറിയാതെ, ചിന്തിക്കാതെ ജീവിക്കുന്നവരാണ് ഇങ്ങനെയൊക്കെ വാദിക്കുക. മൃഗങ്ങളെയും പക്ഷികളെയും മത്സ്യങ്ങളെയും ഒക്കെ സൃഷ്ടിച്ചത് മനുഷ്യർക്ക് വേണ്ടിയാണ്. അവർക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ യാതൊരു കണക്കും ബോധിപ്പിക്കേണ്ടതില്ല. എന്നാൽ മനുഷ്യനെ സൃഷ്ടിച്ച ദൈവിക ഒരു പരീക്ഷണം എന്ന നിലക്കാണ്. അതായത് ഖുർആൻ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ദൈവം മനുഷ്യർക്ക് ജീവിതവും മരണവും സൃഷ്ടിച്ചത് നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി കർമ്മങ്ങൾ ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ ലോകത്ത് സൽക്കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കുന്നവർക്ക് പരലോകത്ത് അതിന് പ്രതിഫലമായിട്ട് സ്വർഗം നൽകുന്നു. നേരെ മറിച്ച് ദുഷ്കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കുന്നവർക്ക് പ്രതിഫലമായിട്ട് നരകമാണ് ദൈവം ഒരുക്കി വച്ചിട്ടുള്ളത്. ഈ യാഥാർത്ഥ്യം ജനങ്ങൾക്ക് വ്യക്തമാക്കി കൊടുക്കാൻ വേണ്ടിയാണ് ദൈവം പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുള്ളത്. അവസാനത്തെ പ്രവാചകനായ നബി തിരുമേനിയും ഈ യാഥാർത്ഥ്യം ജനങ്ങൾക്ക് വ്യക്തമാക്കി കൊടുക്കുവാൻ നിയോഗിക്കപ്പെട്ടതാണ്. അന്നും അവിശ്വാസികൾ പ്രവാചകനെ നിഷേധിക്കുകയും മരണാനന്തര ജീവിതത്തെ പുച്ഛിച്ച് തള്ളുകയും ചെയ്തിരുന്നു.